അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, രണ്ടാമത്തെ അധ്യായം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പാർട്ട് 1 രണ്ടാമത്തെ ഇതറിയാമല്ലോ. അപ്പോൾ അത് നമ്മളെ വളരെ ആഴത്തിൽ, അതായത് നമ്മുടെ തുടക്കം അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ അറിഞ്ഞ്, അല്ലെങ്കിൽ ഈ നമ്മുടെ 10x മൈൻഡ് പവറിൽ അറിഞ്ഞു പോയ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഒരു സിംഹമാണെന്നും ആ സിംഹം നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളായ പൂച്ചകളെ കണ്ടിട്ട് സിംഹമായ നമ്മൾ പേടിച്ചോടുന്ന, ഭയന്നോടുന്ന എലികളാണെന്നും നമ്മൾ മനസ്സിലാക്കി. അത് വളരെ എനിക്ക് പുസ്തകങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കഥകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് ഞാനതെടുത്ത് പറഞ്ഞാണ് കേട്ടോ. അത് ഇത്തരം ഈ കഥകളൊക്കെ നമുക്ക് പുസ്തകങ്ങളിൽ നിന്നൊക്കെ തന്നെ, പല പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു തുടക്കം എന്ന നിലയ്ക്ക് അത് വേണ്ടത്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പ്രശ്നങ്ങളുടെ ഇടയിലാണ് എന്ന് നമ്മൾ കണ്ടിട്ട്, ആ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, ആ പ്രശ്നങ്ങളെ നേരിടാൻ ഒട്ടും തന്നെ തയ്യാറാകാതെ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഫീലിങ്സ് ഉണ്ടാകാം, ഭയം ഉണ്ടാകാം, ദുഃഖം ഉണ്ടാകാം, ദേഷ്യങ്ങളുണ്ടാകാം, ഇതെല്ലാം ഉണ്ടാകാം. പക്ഷേ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കലും ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകുകയല്ല. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് കാണാൻ കഴിയുക, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കുള്ളൊരു വിശ്രമം, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കുള്ളൊരു റിലാക്സേഷൻ കിട്ടുമായിരിക്കും ഒന്ന് മാറിപ്പോകുമ്പോൾ. പക്ഷെ ആ പ്രശ്നത്തെ നേരിടുക തന്നെ വേണം. കാരണം ഒരു പ്രശ്നം വരുന്നത് അതിൻ്റെ പരിഹാരവും കൊണ്ടാണ്. ഒരു പ്രശ്നം എപ്പോഴും വരുന്നത് പരിഹാരവും കൊണ്ടേ വരാൻ പറ്റും. ഇനി ആ പരിഹാരം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നമ്മളിതിൻ്റെ അടുത്ത ഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അതായത് പ്രോബ്ലംസുകൾ മാത്രമല്ല, നമ്മളുടെ അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റിക്കൂടെ ഉള്ള സാധ്യതയാണ് ആ പ്രശ്നങ്ങൾ കൊണ്ടുവരിക. പ്രോബ്ലംസ് എന്ന് പറയുന്ന മാത്രമാണ് നമ്മളൊരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സിറ്റുവേഷനാണ്. അപ്പോൾ ആ സിറ്റുവേഷന് അതിൽ 2 സാധ്യതകളുണ്ട്. ഒന്ന് പ്രോബ്ലംസും അതിൻ്റെ കൂടെ തന്നെ അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി. ഒരു സിറ്റുവേഷന് ഈ 2 കാര്യങ്ങളുമാണ്. സിറ്റുവേഷൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ്. നമ്മുടെ ഗുരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ, അതിനകത്തുള്ള ആ പഴവും അതിൻ്റെ അകത്തുള്ള അതിൻ്റെ വിത്തും അല്ലെങ്കിൽ അതിൻ്റെ കുരുവും അത് ആ പുറം കഴിക്കുമ്പോൾ
അവിടുത്തെ ആൾക്കാരുടെ അവിടുത്തെ ആ മനുഷ്യരുടെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ജനിക്കുമ്പോൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ ഗുരു, മോഹൻലാലിന്റെ ഗുരു എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, അപ്പോൾ അവിടെ ചെയ്യുന്നതാണ്, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന സമയത്ത് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ജനിച്ച ഉടനെ തന്നെ ആ കുട്ടിക്ക് സത്യത്തിൽ കാഴ്ച ഉണ്ട് എന്ന് പറയാൻ ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ എന്താ ചെയ്യുക? അവിടെ അവര് വിശ്വസിക്കുന്ന ഈ ഇലാമപ്പഴം അല്ലെ, ഇലാമപ്പഴം കഴിച്ചാലാണ് ബാക്കി ആ കുട്ടിയുടെ നിലനിൽപ്പ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പഴം കഴിക്കുകയും അതിൻ്റെ ആ അരിയെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ വിത്തെടുത്ത് കളയുകയും ചെയ്യും. ഇത് അവിടെ തലമുറ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നാൾ ഈ പുറത്തു നിന്ന് ഒരാൾ വന്നു. ഞാനൊരു സിനിമയുടെ കഥ പറഞ്ഞ് ഇതാക്കല്ല കേട്ടോ, ഇത് നമുക്ക് ഇവിടെ ചേരുന്ന കാര്യം. അപ്പം ഞാനിത് നമ്മളെപ്പോഴും ഈ വിഷയത്തെ വ്യത്യസ്തമായ ആശയരൂപീകരണത്തിലൂടെയും കാഴ്ചപ്പാടിലൂടെയൊക്കെ കാണുന്നതിന് വേണ്ടിയും കൂടിയാണ് ഞാനിത് പറയുന്നത്. ആരെങ്കിലും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മ്യൂട്ട് ചെയ്തോളേ. ഓക്കെ ഓക്കെ അപ്പോ എന്ത് ചെയ്യണം? ഈ ഒരു നാൾ അതിൻ്റെ ഒരു കാഴ്ചയുള്ള ഒരാൾ പുറത്തുനിന്ന് വരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ ലോകം വളരെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ലോകത്ത് ഇവിടെ മതിലുകളുണ്ട്, ഇവിടെ അതിരുകളുണ്ട്, ഒരുപാട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്, ആകാശമുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുമ്പോൾ അത് അവിടുത്തെ ആ നാട്ടിലുള്ളവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്തു? ഒരു നാൾ ഈ നായകനും അത് കഴിക്കേണ്ടി വന്നു. ഞാൻ കഥ പറയല്ല, അതിൻ്റെ ഒരു ആഴത്തിലേക്കുള്ളൊരു വിത്ത് പറയാണ്. അത് കഴിഞ്ഞ് അപ്പോഴാണ് ഈ നായകനും കണ്ണിന് കാഴ്ചയില്ലാതായി. ഇപ്പോൾ കാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾ പെട്ടെന്ന് കാഴ്ചയില്ലാതായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഈ കാഴ്ചയില്ലാത്ത നായകനും മനസ്സിലായി ഈ ഇലാമപ്പഴമാണ് ഇത്രയും ആൾക്കാരുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയത്. ഇലാമപ്പഴം എന്നുള്ളതാണ്, ഈ പഴം കഴിച്ചതാണ് വിഷയം. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ശിക്ഷ എന്താ? ഇതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? ഇതിൻ്റെ ഈ കുരു പൊട്ടിച്ച്, കുരു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, അതിൻ്റെ അരി പൊട്ടിച്ച് അത് കലക്കി കൊടുത്ത് കൊല്ലുക എന്ന് പറഞ്ഞതാണ്. കാരണം അത്ര ഡേഞ്ചറാണ് അതിനകത്തുള്ള ആ കായ്. അത് പൊട്ടിച്ച് അത് കഴിച്ചപ്പോഴാണ് രണ്ടാമത് ബോധ്യമാവുന്നത് അതിൻ്റെ പഴത്തിനാണ് കുഴപ്പം. മനസ്സിലല്ലേ? അതായത് അതിൻ്റെ പുറത്തിനാണ് കുഴപ്പം, അകത്തിലാണ് സത്ത്. നമ്മൾ ശരിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള, എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു ഫിലിമാണ്. അതായത് നമ്മളെല്ലാത്തിൻ്റെയും പുറം ചട്ടകളാണ് എന്ത് ചെയ്യുന്നത്? നിരീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ അതിൻ്റെ അകത്തേക്ക്, ഒരു വിഷയത്തിൻ്റെയും അകത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, അകം കഴിക്കാൻ നമ്മൾ തയ്യാറല്ല. പുറം എപ്പോഴും തലമുറയോ ആയിട്ടോ അല്ലാതെയോ കേട്ടും
അവർ പഠിപ്പിച്ചു വെച്ച അറിവുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ മാത്രമായിരിക്കും. അത് അന്നത്തെ റിസൾട്ട് ഇന്നത്തെ റിസൾട്ട് ആകണമെന്നും ഇല്ല. ഒരു 25 അല്ലെങ്കിൽ 50 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന സിസ്റ്റം അല്ല ഇന്നത്തെ സിസ്റ്റം. അപ്പൊ നമ്മുടെ അകത്ത് ഏതൊരു വിഷയത്തിന്റെയും അകത്ത് അപ്പം നമ്മൾ കേട്ടത് അതേപോലെ തന്നെ വിശ്വസിക്കപ്പെടുമ്പോഴാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇവിടെ നിലനിൽക്കും. പക്ഷേ നമ്മൾ കേട്ടത് നമ്മൾക്ക് പഴമയിൽ നിന്ന് കിട്ടുന്നതെല്ലാം ആ പഴങ്ങൾ തന്നെയാണ്. പഴം എന്ന് പറഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെടുന്നു എന്നൊരു അർത്ഥം അതിനെത്തില്ല, ഞാൻ പറയുന്ന വിഷയത്തിലില്ല, മനസ്സിലായില്ലേ? പക്ഷേ അത് കഴിക്കുകയും ആ കഴിക്കുന്നതിനോടൊപ്പം അതിൻ്റെ അകം കഴിക്കുകയും ചെയ്യണം. അപ്പോഴേ നമുക്ക് കൂടുതൽ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടും. പുറം മാത്രം കഴിച്ചിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നലെ വരെ നമ്മുടെ മനോഭാവം എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും നമ്മളൊരു കുടുംബത്തിനകത്തുള്ള ഓരോ വ്യക്തികളുടെയും മനോഭാവം വ്യത്യസ്തമായിരിക്കും. മനോഭാവം ചെറിയൊരു കാര്യമല്ല. നമ്മളുടെ ഏറ്റവും വലിയ ദുശ്ശീലം, ദുഷ്ചിന്ത, ദുഷ്പ്രവൃത്തി ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ മനോഭാവം നമുക്ക് തിരിച്ചറിയാൻ വളരെ പാടാണ്. ഈ മനോഭാവവുമായിട്ടായിരിക്കും നമ്മൾ ഓരോ വിഷയത്തിലും ചെന്ന് ഇടപെടുന്നത്. നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മൾ ആ മനോഭാവത്തെ നോക്കി ആ മനോഭാവത്തോടു കൂടി മാത്രമേ, അല്ലെങ്കിൽ ആ ഇതോടുകൂടി, അതായത് ചില നമ്മുടെ സുഹൃത്തുക്കൾ പറയും നമുക്ക് എവിടെ ചെന്നാലും വഴക്ക് കേൾക്കും, അല്ലെങ്കിൽ എവിടെ ചെന്നാലും അവരെന്നെ ലാസ്റ്റ് ഒഴിവാക്കും. എവിടെ ചെന്നാലും എത്ര ഞാൻ കൂട്ടുകാരുടെ അടുത്ത് എങ്ങനെ സഹകരിച്ച് എത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും എന്നെ അവസാനം ഒഴിവാക്കും. എവിടെ ചെന്നാലും എന്നെ വഴക്ക് പറയും. എന്ന് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്നെ ടീച്ചർ വഴക്ക് പറയും. എന്ന് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ്. ഇതെല്ലാം നമ്മളുടെ മനോഭാവം, അതായത് ഇന്നലെ വരെ അനുഭവിച്ച കുറേ സാധനങ്ങളെ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മളുടെ ഒരു മനോഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളത് മറ്റൊരു വേദിയിൽ മറ്റൊരവസരത്തിൽ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഫൈനലി നമുക്ക് ഇതാണ് അവസ്ഥ എന്ന് നമ്മളുടെ ഉള്ളിൽ നിന്ന്, നമ്മളുടെ കോൺഷ്യസ് മൈൻഡില്ല, നമുക്ക് അറിയത്തില്ല. നമ്മൾ അപ്പോഴും കഴിഞ്ഞു പോയതൊക്കെ പോയിട്ട് നമ്മൾ ആത്മാർത്ഥത ചെയ്യും. പക്ഷേ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നമുക്ക് ആ സിറ്റുവേഷൻ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ ആ അവസ്ഥ വീണ്ടും വരാൻ വേണ്ടി നമ്മളുടെ ബ്രെയിൻ തന്നെ, ആ മനോഭാവം നിറഞ്ഞിരിക്കുന്ന ബ്രെയിൻ തന്നെ നമുക്ക് വേണ്ടി പണിയെടുക്കും. ഈ സിറ്റുവേഷനിലേക്ക് എന്നെ ലാസ്റ്റ് വഴക്ക് പറയണം, എനിക്ക് ലാസ്റ്റ് അടി കിട്ടണം, എന്നെ ലാസ്റ്റ് കുറ്റം പറയണം, എന്താണോ അതിനു വേണ്ടി നമ്മളുടെ ബ്രെയിൻ തന്നെ പണിയെടുക്കും. കണക്റ്റ് ആവുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും നോക്കിയാൽ മതി. അപ്പോൾ അത് നമ്മളതിനെ മുൻധാരണ എന്ന് പറയാം. മുൻധാരണ എന്ന് പറയുന്നത് ഓരോ വിഷയത്തിനും പ്രത്യേക ധാരണയാണ്. അല്ലാതെ തന്നെ നമ്മളെ എന്ത് ചെയ്യണം, നമ്മളെ ഏതൊരു കാര്യത്തിലും കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനോഭാവം നമുക്കെപ്പോഴും ഉണ്ട്. അത് നമ്മളെ ഏതൊക്കെ സ്ഥലത്താണോ
നമ്മൾ പല എന്താണ് ആവർത്തിക്കപ്പെടുന്ന പ്രോബ്ലംസുകൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന മോശപ്പെട്ടതായാലും നല്ലതായാലും, മോശപ്പെട്ടതാകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ നമ്മൾ അപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ അതായത് നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിനെ തിരുത്താൻ പറ്റും. അതിൻ്റെ കാരണം അപ്പോഴും നമ്മളുടെ ഒരു നമ്മളുടെ മനോഭാവം കൊണ്ട് നിർമ്മിച്ച ഒരു വിഷയം നമുക്കവിടെ കണ്ടെത്താൻ പറ്റില്ല. നമ്മളപ്പോഴും അവരെയായിരിക്കും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അവരിലായിരിക്കും നമ്മൾ നോക്കുക. പക്ഷെ അതിന് വളരെ ചെറിയൊരു സാധനമായിരിക്കും, പക്ഷെ അത് ചെറിയ കാര്യങ്ങളായിരിക്കും, അത് നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ മനോഭാവം നമ്മളെ വളരെ ആഴത്തിലുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രോബ്ലംസിനെ പോലും ഞാൻ കൃത്യമായി അതിൻ്റെ നിരീക്ഷിച്ച്, അല്ലെങ്കിൽ അതിൽ എൻ്റെ മനോഭാവത്തെ ഞാൻ എത്ര അറിവുണ്ടെങ്കിലും അവിടെ നടക്കുന്ന ആ പ്രശ്നത്തിൽ എൻ്റെ മനോഭാവം എന്താണെന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അത്രയും ബോധഡായി എല്ലാത്തിലും നിരീക്ഷിക്കണമെന്നല്ല, ഒന്ന് സംഭവിച്ച് രണ്ടാമത് സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് റിസൾട്ടുകൾ ഒരേപോലത്തെ നെഗറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ദോഷകരമായ രീതിയിലാണ് അതിൻ്റെ റിസൾട്ട് വന്ന് തീരണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അതിലെന്തോ കാരണമില്ലേ. രണ്ട് വ്യത്യസ്ത സ്ഥലത്തുള്ള ആൾക്കാർ രണ്ട് വ്യത്യസ്ത സംഭവത്തിൽ ഒരേപോലെ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തോ കാരണമില്ലേ. ഇത് നമ്മൾ നിരീക്ഷിക്കണം. ഞാൻ പറയുന്നത് കണക്റ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഈ കാര്യമാണ് സത്യത്തിൽ നമ്മൾ പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ ഈ പുറം ചട്ടകൾ അല്ലെങ്കിൽ പുറം സംഭവങ്ങൾ മാത്രം, വിഷയങ്ങളുടെ പുറം മാത്രം കഴിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ വിഷയങ്ങളുടെ ഏതൊരു വിഷയത്തിൻ്റെയും പുറം മാത്രം നമ്മൾ എടുക്കുന്നുണ്ടാണ്, അതിൻ്റെ അകം എടുക്കാത്ത, അതിൻ്റെ പഴം മാത്രം കഴിച്ചു, അതിൻ്റെ അരി അല്ലെങ്കിൽ അതിൻ്റെ കുരു കഴിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ അതങ്ങ് സെറ്റാവും. അത് വരുന്നതെന്ന് പറഞ്ഞാൽ തലമുറ സെറ്റാവും. കുറേ കാര്യങ്ങൾ അങ്ങനെ പാസ് ചെയ്ത് വരും. പിന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ സെറ്റായി വരും. അതുപോലെയാണ് നമ്മളുടെ, ഒരു സെക്കൻഡ് സുനിത ടീച്ചറെ, അല്ല ആരെങ്കിലും പിന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഒന്നുമില്ലല്ലേ? ശരി ഓക്കെ അല്ല ഗ്രൂപ്പിൽ നമ്മളെ ഗ്രൂപ്പിലുണ്ടാവുന്ന അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു അവസ്ഥ വരുമ്പോഴും അതിൽ ഒരു പ്രശ്നവുമുണ്ട്, ഒരു പരിഹാരമുണ്ട്. പരിഹാരമല്ല, ഒരു സാധ്യതയുണ്ട്. ഏതൊരു അവസ്ഥയിലും ഒരു പ്രശ്നവുമുണ്ട്, ഒരു സാധ്യതയുണ്ട്. അതായത് ഏതൊരു സിറ്റുവേഷനിലും ഒരു പ്രോബ്ലംസും ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ നമ്മളുടെ യഥാർത്ഥ ആ സിംഹത്തെ നമുക്ക് നമ്മളുടെ പ്രോബ്ലംസുകളാകുന്ന പൂച്ചകളെ വിളിച്ചിരുത്തിയിട്ട് എന്ത് ചെയ്യാം, അവരോട്
നമുക്ക് സംസാരിക്കാൻ പറ്റും. അവരോട് സംസാരിക്കാൻ പറ്റണം. അതായത് അതിനകത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് എന്ത് ചെയ്യുക, പറയുക, തിരക്കുക. അതിനകത്ത്, അതായത് ഒരു പ്രശ്നം വരുന്നത് അതിൻ്റെ പരിഹാരവുമായിട്ടാണ്, അതിൻ്റെ സൊല്യൂഷനും കൂടിയായിട്ടാണ് വരുന്നത്. ആ സൊല്യൂഷൻ അത് ഒരു പ്രോബ്ലംസിൻ്റെ അകത്ത് പിന്നെ ഉള്ളതാണ് ഒരു സൊല്യൂഷൻ ഉള്ളത്. അതുകൊണ്ടാണ് വരുന്നത്. ആ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ വരുന്നത് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഒരു സെക്കൻഡ് സൗണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് കാര്യമാണ്. ഇനി ഒരു നമുക്കൊരു പ്രശ്നം ബാധിക്കുമ്പോൾ ഞാൻ ഇത് നമ്മുടെ ആ ക്ലാസ് ഫസ്റ്റ് ഇത് കേട്ടതാണ്, എല്ലാവരും കേട്ടാണ്. ഞാൻ 1ഉം 2ഉം കൂടെ ചേർത്തൊരു ഇത് പറയാനാണ് ശ്രമിക്കുന്നത്. അതായത് നമ്മളൊരു ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടെന്ന് വിചാരിക്കുക, അത് നമ്മൾ മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, അല്ലെങ്കിൽ നമുക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണ് ടെൻഷൻ അടിക്കുന്നു, എത്ര ചിന്തിച്ചിട്ടും എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടുന്നില്ല എന്ന സിറ്റുവേഷനുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ നടക്കുന്നൊരു പ്രോസസ്സുണ്ട്. അവിടെ നടക്കുന്നൊരു പ്രോസസ്സ്, ഒരു പ്രശ്നം, അവിടെ നടക്കുന്നൊരു പ്രവർത്തനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷനായിരിക്കുമ്പോൾ നമ്മളുടെ തലച്ചോറ് ഒരിക്കലും ആൻസറിൻ്റെ ഭാഗത്ത് നിൽക്കില്ല, അതായത് ഉത്തരങ്ങളുടെ ഭാഗത്ത് നിൽക്കില്ല. എപ്പോഴും ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്തേ നിൽക്കൂ. ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്തെ നിൽക്കൂ. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവേ. നമ്മളൊരു പ്രശ്നത്തിലാവുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അടുത്ത അതിനെ എന്ത് ചെയ്യട്ടെ, അതിന് ഞാൻ എന്ത് കാര്യം നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഇതിലേക്കായി നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ, ഉറക്കം വരാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭയമായിരിക്കാം, സാമ്പത്തിക വിഷയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേത് വിഷയങ്ങളുമായിരിക്കാം. അതിൽ നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ഹാർട്ട് ബീറ്റൊക്കെ കൂടി നമ്മൾ കൂടുതൽ വല്ലാത്തൊരവസ്ഥയിലേക്ക്, പ്രശ്നത്തിനകത്തേക്ക് മുറുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ തലച്ചോറ് ഉത്തരങ്ങളുടെ ഭാഗത്ത് നിൽക്കില്ല, അത് ചോദ്യങ്ങളുടെ ഭാഗത്തായിരിക്കും എപ്പോഴും നിൽക്കുക. തലച്ചോറിന് എപ്പോഴും കേട്ടോ ചോദ്യങ്ങളുടെ ഭാഗത്ത്. സുനിത ടീച്ചറെ എപ്പോഴും ടീച്ചർ ലൈക്ക് ചെയ്യണ്ട കേട്ടോ. ടീച്ചർ ഇതിനകത്ത് ഇതിനകത്തുള്ള ഒരു പഠിതാവും കൂടിയാണ്. എന്നാലും ടീച്ചർ എപ്പോഴും അടിക്കണ്ട കേട്ടോ. അപ്പൊ പെട്ടെന്ന് ടീച്ചറാണ്, അപ്പൊ അത് ഇത് വരും. അപ്പൊ കാരണം ഇതിനകത്ത് ടീച്ചർ ഇതിൻ്റെ അകത്തൊരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണല്ലേ. കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ആൻസർ പറയുമ്പോൾ, നമുക്കൊരു പ്രശ്നം വന്ന് അതെന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിലൊരു അത് പരിഹരിക്കാൻ വേണ്ടി ആ സമയത്തൊന്ന് തലച്ചോറിനൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഒരു ഉത്തരം നമ്മൾ കണ്ടെത്തും. ആ ടെൻഷനിൽ നിന്ന് തൽക്കാലം ഒന്ന് ഒഴിവാകുന്ന ഒരു ഉത്തരം കിട്ടും. അങ്ങനെ ഒരു ഉത്തരം കിട്ടിയാൽ, ഒരു ആൻസർ കിട്ടിയാൽ, ആ ആൻസറിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് പിന്നെ കണ്ടെത്തും അപ്പോഴത്തന്നെ. ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിൽ ഇങ്ങനെ പെട്ടു നിൽക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആ 10 ക്വസ്റ്റ്യൻ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് വരും. 10 ചോദ്യങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ വരും.
ആ 10 എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ വരുന്നത് 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഫീൽ ചെയ്തിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മൾ, അതായത് ഇതിനകത്തുള്ളൊരു മഹാ മസ്തിഷ്കം ഉള്ളവരാണ്, വെറും മസ്തിഷ്കം ഉള്ളവരല്ല. ഇപ്പം ഞാനിപ്പോൾ 2-3 ദിവസം എനിക്കൊരു പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രോബ്ലംസിനകത്ത് ഉത്തരങ്ങളില്ലാതെ പെട്ട് കിടക്കണമല്ല. എനിക്കത് ക്ലിയർ ചെയ്യാനുള്ള സമയമാണ് ഞാൻ ഇതിനകത്ത് എടുക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് ആ ക്ലിയർ ചെയ്യാനുള്ള സമയത്തിനകത്ത് പിന്നെ വരുന്ന പുറത്തുനിന്ന്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ക്ലാസ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒത്തിരി പേരെടുത്ത് എൻ്റെ പ്രോബ്ലംസ് പറയേണ്ടി വരുന്ന സിറ്റുവേഷനിലേക്കാണ് ആയി പോകുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ ചോദ്യങ്ങളുടെ അകത്ത് വിടുകയല്ല ചെയ്യുന്നത്. പക്ഷെ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടുന്ന സമയങ്ങളും കാര്യങ്ങളും ഉണ്ട്. കാരണം അത്തരം കാര്യങ്ങൾ എപ്പോഴും എൻ്റെ ലൈഫിലൂടെ കടന്നു പോകാറുണ്ട്. എപ്പോഴും അത് ഉണ്ടാവുമല്ലോ, എല്ലാ മനുഷ്യരും ഉണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ട് അങ്ങനെ തുറന്നും ഒക്കെ തന്നെ ഞാൻ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് ഞാൻ പെട്ടെന്ന് അതിനെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്കതിനെ എൻ്റെ ക്ലാസ് വളരെ വളരെ ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ പ്രപഞ്ചവുമായി കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടും ആണ്. പക്ഷെ എന്നാലും എനിക്കത് ക്ലിയർ ആകേണ്ട ടൈം വേണം. ആ ടൈമിൽ എനിക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇവിടെ വന്ന് നാടകീയമായി എനിക്ക് വീണ്ടും അത് ഇവിടെ മാറ്റി വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അത്രയും സമയം എനിക്ക് അത്രയും ഫ്രീ ആയിരിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. പക്ഷെ അപ്പോൾ അതെന്താണ് എന്ന് പിന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അത് പറയേണ്ടി വരും. അത്തരം സിറ്റുവേഷനിലേക്കാണ് ഞാൻ പിന്നെ വേറൊരു ഇതിലോട്ട് നമ്മൾ, അല്ലാതെ വേറെ ഇതല്ല. പക്ഷെ പ്രോബ്ലംസ് ആ സിറ്റുവേഷൻ കൂടുതൽ വലിയ പ്രോബ്ലംസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ലൈഫിൽ വന്നു പോയത്. പക്ഷേ ഞാൻ അതിൽ ഞാൻ പറഞ്ഞത് ഞാൻ അതിന് പറഞ്ഞല്ല, ഇതൊന്നും എന്തല്ല ചോദ്യങ്ങൾ നിറഞ്ഞ് ഇതല്ല. ചോദ്യങ്ങൾ നിറച്ചെന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാൻ പറ്റാതിരുന്നതല്ല. ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അങ്ങനെ അത് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അകത്തെ. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും? ഫീൽ ചെയ്യുകയും ചെയ്യും. ഫീൽ ചെയ്തല്ലേ പറ്റൂ. നമ്മൾ വിഷമിക്കേണ്ടത് വിഷമിച്ചാലേ വേദനകൾ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ തലച്ചോറ് എപ്പോഴും ചോദ്യങ്ങളുടെ ഭാഗത്താണ്. അപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഇതിനകത്ത് എന്നെ കൂടെ കണക്ട് ചെയ്തത് ഇന്നലെ വരെ ഇതിനകത്ത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു ഇതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നുകൊണ്ട് ഈ ക്ലാസ് പറയുമ്പോഴത്തേക്ക് പറയും ഇന്നലെ ഇങ്ങനെ അല്ലല്ലോ ഈ പുള്ളി പറഞ്ഞു തന്നിരിക്കും. അതിനു വേണ്ടി ഞാൻ പറഞ്ഞാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്യും. ഞാൻ ഈ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അതിനെ കൂടുതൽ എൻ്റെ പഴയ അനുഭവങ്ങളെ വെച്ച് പഠിച്ചിട്ട് ഞാൻ വന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഒഴുക്കിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യൻ ഒരു കച്ചിത്തുരുമ്പ് കണ്ടാലും പിടിക്കുന്നതിന് ഒരു വാക്ക് കേട്ടിട്ടില്ലേ? ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും അതിൽ കയറി പിടിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളാകുന്ന ഈ ഒഴുക്കിൽ പെട്ടുപോകുമ്പോൾ ശക്തമായി നമ്മൾ ഒഴുകി പോകുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഈ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൽ നിന്ന് നമ്മൾ ഒപ്പിച്ചെടുക്കുന്ന ഒരു ഉത്തരവും അതിനെ വീണ്ടും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളുടെയും കാര്യത്തിലാണ്.
അല്ലാതെ നമ്മൾ ചില ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വലിയ നാളെ നമുക്ക് ഭയങ്കര ശല്യമോ അല്ലെങ്കിൽ നാളെ നമുക്ക് ഭയങ്കര തകർച്ച ഉണ്ടാകുന്ന ഒരാളെ ഒന്നും പോയി നമ്മൾ കൂട്ടുപിടിക്കരുത് ഇപ്പോഴത്തെ ചെറിയ പ്രോബ്ലംസിന്. അതല്ല ഞാൻ കച്ചിത്തുരുമ്പ് ഉദ്ദേശിച്ചത്. ചിന്തയുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. കണക്ട് ആവുന്നുണ്ടോ? ചിലപ്പോൾ വളരെ വലിയ പലിശയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ട് ചെറിയ പ്രോബ്ലംസ് ഒക്കെ കൊണ്ടുവന്ന് ഒക്കെ വരുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ന് വെച്ചാൽ മൈൻഡ് അത്രയും ഹാങ് ആകുമ്പോഴത്തേക്ക് അത്തരം വലിയ വലിയ ഫിനാൻസ് ഈ ഇതിലൊക്കെ കൊണ്ടുവന്ന് മൈക്രോ ഫിനാൻസിലൊക്കെ കൊണ്ടുവന്ന് അവിടെ നിന്നൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് പ്രമാണമൊക്കെ കൊണ്ടുവച്ചോ ഒക്കെ, അല്ലെങ്കിൽ അങ്ങനെ അത്തരം ഒരു ഇതല്ല ഞാൻ പറയുന്നത്. ഞാൻ ചിന്തയുടെ കാര്യത്തിലാണെന്നാണ് ഞാൻ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അതായത് നമുക്ക് ഒരു ആൻസർ കിട്ടിയാൽ അത് ഭയങ്കര ടെൻഷനായി അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മനസ്സിലൊരു ആൻസർ കിട്ടി. ചിലപ്പോൾ നമ്മൾ അടുത്തൂടെ പോയ ആൾ പറഞ്ഞുകൊണ്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളടുത്ത് സഹകരിച്ച ഒരാൾ പറഞ്ഞതായിരിക്കാം. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിനെ മെരുക്കി ഒരു കച്ചിത്തുരുമ്പാണെന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ചിട്ട് ഈ കച്ചിത്തുരുമ്പ് എന്നെ ഈ ഒഴുക്കിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന ചിന്തയിൽ ആ ആൻസറിനെ, ചിലപ്പോൾ ആ ആൻസർ നമ്മളെ ആ സമയത്ത് നമ്മൾ നേരിടുന്ന പ്രോബ്ലംസിനെ പൂർണ്ണമായും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ഉറച്ച് ആ ആൻസറിനെ എന്ത് ചെയ്യുക, ആ ഉത്തരത്തിന് എന്ത് ചെയ്യുക. എൻ്റെ ഈ നൂറുകണക്കിനുള്ള ചോദ്യങ്ങളാണ് മാനസിക സംഘർഷം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഉത്തരത്തെ ഒരല്പനേരം വിശ്വസിച്ച് മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കുമ്പോൾ നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിലേക്ക് അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ വെറും മസ്തിഷ്കമുള്ളവരല്ല, നമ്മൾ മഹാമസ്തിഷ്കമുള്ളവരാണ്. മനുഷ്യൻ മഹാമസ്തിഷ്കമുള്ളവരാണ്. അതും നമ്മൾ 10x മൈൻഡ് പവർ പഠിക്കുന്നതിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞാണ് നമ്മൾ ഈ കോഴ്സിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഒന്നിൽ നമ്മൾ പിടിക്കുക എന്നുള്ളതാണ്. ആ കിട്ടുന്ന ഉത്തരങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പിടിക്കാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ തൽക്കാലം ആ ഉത്തരത്തെ അത് ആ സമയത്ത് ഒരു ചെറിയ ഇതായിരിക്കാം, പക്ഷെ അതിനെ അങ്ങ് പിടിക്കാൻ നോക്കുകയാണെങ്കിൽ മൈൻഡ് റിലാക്സ് ചെയ്യുകയും ഹാർട്ട് ബീറ്റ് ഒക്കെ ക്ലിയർ ആവുകയും തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ന്യൂറോൺസിലേക്കൊക്കെ എല്ലാത്തിലേക്കും എനർജി പ്രവഹിക്കുകയും ഡേറ്റാസുകൾ കൈമാറുകയും ചെയ്യുമ്പോൾ മനസ്സ് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് അവിടെ നേരിടുന്ന വിഷയത്തിന് വളരെ വിശദീകരിച്ചുള്ള ആൻസറുകൾ കിട്ടും, ഉത്തരങ്ങൾ കിട്ടും. കണക്റ്റ് ആയോ? ഇത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കാനുള്ള എന്താണ്, ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് തളരാതിരിക്കും മീൻസ് ഈ ഉത്തരങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ അതിനെ വിഷയത്തിൽ എന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്നത് എന്താണ്, നമ്മൾ ഇത്രയും പേരെടുത്ത് ക്ലാസ് എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ മനസ്സിനെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ് എന്നൊക്കെ എൻ്റെ അറിവും എന്നുവെച്ചാൽ മനസ്സിനെ കുറിച്ച് ഞാൻ പറയുന്ന ഒരാളാണല്ലോ എന്ന എൻ്റെ അറിവും, മനസ്സിലല്ലേ? പൊതുവെ ഇപ്പോൾ ജനങ്ങൾ അറിയാവുന്ന എന്നെ കുറിച്ചുള്ള ധാരണയും ഇതെല്ലാം വെച്ചപ്പോൾ ഞാൻ മഹാമസ്തിഷ്കമുള്ളവനായിരിക്കണം. കാരണം മനുഷ്യൻ മഹാമസ്തിഷ്കമുള്ളവരാണ്. നമ്മളിതിനകത്ത് പഠിച്ചു വന്നിട്ടുണ്ട്. തലച്ചോറിനെ കുറിച്ചൊക്കെ നമ്മൾ നല്ല ആഴത്തിൽ പഠിച്ച് വരുന്നുണ്ട്. അപ്പൊ ഇത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കറിയാം അവിടെ അത് പൂർണ്ണമല്ല എന്ന് മനസ്സിലാവും. എന്നാലും നമ്മൾ അവിടെ എന്ത് ചെയ്യാം, അത് ചെറിയ ഒരു ആച്ചെങ്കിലും എന്തായാലും മേലിലൂടെ ഒഴുക്കായ ജലത്തിലൂടെ മേലിലൂടെ ഒഴുകി പോകുന്ന ആ കച്ചിത്തുരുമ്പിനെ പോലും നമ്മൾ വിശ്വസിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ വരുമ്പോൾ നമ്മൾ ആ പ്രോബ്ലംസിൽ നിന്ന് ഒഴിവാകല്ല, ആ പ്രോബ്ലംസിൽ നിന്ന് റിലാക്സ് ആവാൻ തുടങ്ങും. ആ റിലാക്സ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത നമുക്ക് ആ പ്രോബ്ലംസിനെ ഒഴിവാക്കാനും പറ്റും. അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യും. ഓപ്പർച്യൂണിറ്റി ഇല്ലാതെയും ഒരു പ്രോബ്ലംസ് നിൽക്കില്ല. സൊല്യൂഷൻ മാത്രമല്ല, ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അതിനകത്തുണ്ടാവും. ഒരു വളർച്ചയും കൂടി
അതിനകത്തുണ്ടാവും. എന്ന് പറയുന്നത് എന്താണ്? ഒരു ശില്പവും എന്താണ്? ഉളിയുടെ വേദന അറിയാത്ത ഒരു ശില്പവും ഉളിയുടെ വേദന അറിയാത്ത ഒരു ശില്പവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നമ്മളൊരു സാധാ തടിയെ നോക്കിയിട്ട് ഇതല്ലേ, തടിയെ നോക്കിയിട്ട് ഇതെന്ത് സൗന്ദര്യം എന്ന് പറയില്ല. അത് എത്രമാത്രം ഉളിയുടെ ചെറുതും വലുതുമായിട്ടുള്ള ഉളിയുടെ വേദനകൾ അറിഞ്ഞ് എത്രമാത്രം അറിഞ്ഞോ അതനുസരിച്ചാണ് അതിനൊക്കെ സൗന്ദര്യം കൂടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ മനുഷ്യർ എന്താണ്, അതിന് സൗന്ദര്യം അല്ലെങ്കിൽ അതിലെല്ലാവരും നോക്കിക്കൊണ്ട് പോകും. എന്ത് രസം കാണാൻ, എന്തുമാത്രം ഉളിയാണ് എന്നിട്ട് അത് ആ വേദന അത് അവിടെ നടക്കും. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇത് ഞാനിത് പറഞ്ഞത് നമ്മളുടെ ഒന്നാമത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ആണ് ഇത്. നമ്മുടെ പ്രോബ്ലംസ് അത് മെയിനായിട്ട് എന്ത് ചെയ്യാം, നമ്മളെപ്പോഴും ഏതൊരു കാര്യത്തിൻ്റെയും ഈ പുറം മാത്രം കഴിക്കാൻ നോക്കുക, അകവും കൂടി കഴിക്കുക. അകം കൂടി കഴിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധ്യതകൾ പോകുന്ന പോലെയാണ്. ഇന്നലെ നമ്മൾ ഒരു വിഷയത്തിൻ്റെ അകം കഴിച്ചെങ്കിൽ, ഒരു വിഷയത്തിൻ്റെ അകവും കൂടി നമ്മൾ എടുത്തെങ്കിൽ, വീണ്ടും അതിനകത്ത് അകമുണ്ട്, പിന്നും ഉണ്ട്. അടുത്ത വീണ്ടും അതേ സിറ്റുവേഷൻ വരുമ്പോൾ വീണ്ടും അതിനകത്തേക്ക് കയറി ചെല്ലണം. അല്ലെങ്കിൽ ഇന്നലെ വരെ അറിഞ്ഞ കാര്യമാകും അത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അതേ സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷൻ്റെ വീണ്ടും അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റണം. കാരണം അത് പുറത്തിൻ്റെ ഭാഗമായി നമ്മൾ അറിയുമ്പോൾ. ഞാൻ അറിവുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളും കൂടി അതിനകത്ത് പറഞ്ഞാണ്, കണക്റ്റായെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചെടുത്ത, മനസ്സിലായി, ഇന്നലെ വരെ ഞാൻ പുറം കഴിച്ചിരുന്നതെന്ന് ഇന്നലെ ഞാൻ അകം കഴിച്ചു, ഇനി അത് വരുമ്പോൾ അത് അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കപ്പെടരുത്. വീണ്ടും അതേ ഒരു വിഷയം വരുമ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും അതിൻ്റെയും അകമെടുത്ത് പഠിക്കാൻ നോക്കണം. കാരണം അതൊരു പഴത്തിലൂടെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഞാനിത് മനസ്സിലൂടെയാണ് പറയുന്നത്. അതിൻ്റെയും അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റണം നമുക്ക് വീണ്ടും അതിന്. അപ്പോൾ അതിനാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയേ ഞാൻ നോക്കൂ, ഇങ്ങനെയേ ഞാൻ കാണൂ, ഇങ്ങനെയേ, ഇതാണ് നമ്മുടെ മനോഭാവം. അതങ്ങനെയല്ല. ഇങ്ങനെയായിരുന്നു ഇന്നലെ വരെ, ഇങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാത്രമാണോ എന്നും കൂടി നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം. എന്നിട്ടത് അന്വേഷിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളെപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങളായിട്ടുള്ള പൂച്ച ഒരിക്കലും ഇല്ലാതാകില്ല, പ്രശ്നം ഒരിക്കലും ഇല്ലാതാകില്ല. മനസ്സിലായില്ലേ? സിംഹത്തിന് സിംഹമായിട്ടിരിക്കണോ എലിയായിട്ടിരിക്കണോ എന്നുള്ളത് അത് പൂച്ചയല്ല തീരുമാനിക്കണം. അത് ഈ സിംഹമായിട്ടിരിക്കണമെന്ന് നമ്മുടെ പ്രോബ്ലംസുകൾ തീരുമില്ല. പ്രശ്നങ്ങൾ ഒരു തമിഴ് സിനിമയിലുണ്ടല്ലോ, പ്രശ്നങ്ങൾ എന്താണ്, ഇല്ലാത്ത മനുഷ്യനുമില്ല, പ്രശ്നങ്ങളില്ലെങ്കിൽ മനുഷ്യനുമല്ല. പ്രശ്നങ്ങളില്ലാത്ത ഒരു വിജയ് ഓടണേ, പടത്തിന്റെ പേര് ഓർക്കുന്നില്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. വിജയുടെ ഡയലോഗാണ്, പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യനുമില്ല, പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യനുമല്ല. ഇത് അപ്പൊ അതോട് പ്രശ്നങ്ങൾ അവിടെ നിൽക്കും. പക്ഷെ നമ്മള് ചില സിറ്റുവേഷനിൽ പെട്ടെന്ന് അങ്ങ് താഴെ ആയിപ്പോവാം, ഒരു പക്ഷേ എലിയായി പോവാം. പക്ഷെ നമ്മള് മഹാമസ്തിഷ്കമുള്ള മനുഷ്യനാണെന്ന നമ്മുടെ തിരിച്ചറിവാണ് നമ്മൾ ആ മഹാമസ്തിഷ്കമുള്ള ആ സിംഹം എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് നമ്മൾ മാറുന്നു. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ
നമ്മൾ ഓരോ തവണയും ഈ വിഷയങ്ങളെ വ്യത്യസ്തമായ നോട്ട് എന്തിനുണ്ട് അതേപോലെ തന്നെ ഒരു ക്ലാസ് ആയിട്ട് ഇത് എടുക്കേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെ മാത്രം പഠിപ്പിച്ചു പോയാൽ ഒറ്റ ക്ലാസ്സിൽ തന്നെ തീർന്നു. ഇത് വ്യത്യസ്തമായിട്ട് തന്നെ നമ്മളതിനെ ഓരോ തവണയും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുമ്പോഴാണ്. കാരണം നോട്ട് ഓൾറെഡി അതിലുണ്ട്, നമുക്ക് വായിച്ചു വയ്ക്കാൻ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനിയപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി കുറച്ചു നേരം കൂടി രണ്ടാമത് പറയുന്നതാണ് നമ്മളുടെ യഥാർത്ഥ ശത്രു ആരാണ്. രണ്ടാമത്തെ ഭാഗമാണ് യഥാർത്ഥ ശത്രു ആരാണ്. അപ്പൊ അതിൽ നമ്മൾ പറയുന്നുണ്ട് വ്യത്യസ്ത ഇതില് മനസ്സിലല്ലേ, ഭാര്യയും ഭർത്താക്കളും ശത്രുക്കളാകുന്നതുകൊണ്ട് അച്ഛനും രക്ഷകർത്താക്കളും മക്കളും മാതാപിതാക്കളും മക്കളും ശത്രുക്കളാവുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഒരു രാജ്യത്ത് കൊടിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളുടെ പേരിൽ, സ്വന്തം ക്ലാസ് റൂമിന്റെ പേരിൽ, അടുത്തടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇതിൽ, അങ്ങനെ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നവരെല്ലാവരും തമ്മിൽ പല 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 രീതികളിൽ ശത്രുക്കളുണ്ട്. എന്നാൽ നമ്മുടെ നമ്മുടെ ഈ 10x മൈൻഡ് പവർ ഫാമിലിയിൽ വെച്ച് നമ്മൾ അത്തരം ചിന്തകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്റെ യഥാർത്ഥ ശത്രു നമ്മളുടെ തലച്ചോറിനെ ക്രിയാത്മകപരമായി ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യനും അവന്റെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് നിനക്ക് കഴിവില്ല എന്ന് പറയുന്നതാണ്. നിനക്ക് കഴിവില്ല എന്ന് പറയുന്നതാണ്. ബാക്കി എല്ലാ ശത്രുക്കളും അത് ശത്രുക്കൾ തന്നെ, അല്ലെങ്കിൽ അതിന് മാറ്റം വന്നാലും, പക്ഷെ ഏറ്റവും വലിയ നമ്മുടെ തലച്ചോറിനെ ക്രിയാത്മകപരമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥ ശത്രു നമുക്ക് കഴിവില്ല എന്ന് പറയുന്നവർ തന്നെയാണ്. അതായത് കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മളെ അവഹേളിക്കുന്നവർ തന്നെയാണ്. ആ അവഹേളനം, അതെന്തുകൊണ്ടാണ് ആ അവഹേളനം അതായത് എന്തുകൊണ്ടാണ് അത് ഏറ്റവും വലിയ അവഹേളനമായത്? എന്തുകൊണ്ട് അവരെ ഏറ്റവും വലിയ ശത്രുവാക്കണം എന്ന് പറയണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ നോട്ടിലും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ തലച്ചോറിന്റെ ന്യൂറോൺസിന്റെ നമ്പർ, തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് 10% താഴെയാണ്. അല്ലെങ്കിൽ 10 നമ്മൾ അവിടെ പറയുന്നത് എന്താണ്, ഒരു ഹോൾഡറിൽ നമ്മൾ 100 വാൾട്ടിന്റെ ബൾബ് ഇട്ടാൽ പ്രകാശിക്കുന്നതും 10 വാൾട്ടിന്റെ ബൾബ് ഇട്ടാൽ പ്രകാശിക്കുന്നതും 2 വാൾട്ടിന്റെ ബൾബ് ഇട്ടാൽ പ്രകാശിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം. എന്നാൽ ഇന്ന് വരെ മനുഷ്യൻ 10 വോൾട്ടിന്റെ ബൾബേ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ആരാണ് ഇവിടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തവർ? അവരുടെ തലച്ചോറിന്റെ ന്യൂറോൺസിന്റെ 10% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സാധാരണപ്പെട്ട നമ്മളൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊക്കെ 2% ബൾബാണ് 2 വോൾട്ടിന്റെ ബൾബാണ് ഇട്ടിരിക്കുന്നത്. 2%ഒക്കെയാണ് നമ്മളത് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഏറ്റവും വലിയ എന്താണ്, പ്രപഞ്ചത്തിന്റെ ഒരു അല്പമെങ്കിലും ഉയരാൻ കഴിഞ്ഞ മനുഷ്യൻ, ഉയർത്താനും അല്ലെങ്കിൽ അവിടെ എത്തിക്കാനും കഴിഞ്ഞ മനുഷ്യർക്ക് പോലും നമ്മളെ ന്യൂറോണിന്റെ 10% ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനിയും ഉണ്ട് 90%. എന്തായിത്തീരും? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന 2 വാൾട്ടിന്റെയും 1 വാൾട്ടിന്റെയും ബൾബ് എടുത്തിട്ടിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ അവരെങ്ങനെ നമുക്ക് ശത്രുവാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എവിടെയൊക്കെയാണോ കുട്ടിക്കാലം മുതൽ നമ്മളത് കേട്ട് തുടങ്ങിയത്, എവിടെയൊക്കെയാണോ അതിനെ വിശ്വസിച്ച് തുടങ്ങിയത്,
അന്ന് മുതൽ നമ്മൾ ഇന്നും ആ 2 വാൾട്ടിൽ നിന്ന് മൂന്നാമത്തെ ഒരു വാൾട്ടിലേക്ക് നമുക്ക് കയറി പോകാനോ അല്ലെങ്കിൽ നമ്മളുടെ കഴിവിൽ നമുക്ക് വിശ്വാസമില്ലാതെയോ നിൽക്കുന്നതിൻ്റെ പിന്നിൽ നിനക്ക് കഴിവില്ലടാ എന്ന് നമ്മളെ അവഹേളിച്ചവർ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ അവഹേളിച്ചവര് തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു സെക്കൻഡ്, ഇത് വന്ന് ജോയിൻ ചെയ്തിട്ട് വന്നിട്ട് അപ്പോഴേ പുറത്തു പോകണം. അപ്പൊ നമുക്ക് കഴിവില്ല എന്ന് നമ്മളെ അവഹേളിച്ചവർ ആ കഴിവില്ല എന്ന് പറഞ്ഞ അവഹേളനം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ യഥാർത്ഥ ശത്രു. പിന്നീട് എന്ത് ചെയ്തു? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങുമ്പോൾ അത് നിന്നെ കൊണ്ട് കഴിയില്ല, അല്ലെ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു അവസ്ഥയുണ്ട്. അതായത് ഞാനാണ് മറ്റൊരാളുടെ പറയണം, അത് നടക്കില്ല, അത് പറ്റത്തൊന്നുമില്ല, അത് ചെയ്യരുത്, അത് നീ എത്ര ചെയ്താലും നടക്കില്ല. ഓ അതിപ്പോൾ എന്ത് ചെയ്യാൻ, നിന്നെ കൊണ്ട് പറ്റില്ല. അത് കുറ്റപ്പെടുത്തലാകാം, കളിയാക്കലാകാം, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറയാം, ഓ അതൊന്നും പോകില്ല, ഞാനൊക്കെ ഇത് ഒരുപാട് പോയി പരാജയപ്പെട്ടാണ്. അതായത് എനിക്ക് നേരത്തെ പറഞ്ഞു തന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്നെ നേരത്തെ പറ്റില്ല എന്ന് പറഞ്ഞ സാധനം, ആ പഴം അതേപോലെ എടുത്തിട്ട് അടുത്ത എന്നോട് സഹകരിക്കുന്നവർക്കും ആ പഴം കൊടുത്തിട്ട് പറയാണ്, ഏയ് കഴിച്ചോ. മനസ്സിലായ? അതെടുത്ത് കഴിച്ചോ എന്ന് പറയുന്നത്. അതായത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് എൻ്റെ അതേ കോപ്പി എടുത്ത് എന്ത് ചെയ്യുന്നു, ഞാൻ അടുത്ത ആളുടെ കൊടുക്കും. കാരണം എനിക്ക് എല്ലാ ആളിൽ നിന്ന് ഞാൻ അത് കഴിച്ചതിന് ശേഷം എനിക്കെന്ത് ചെയ്തു, എനിക്ക് ചെയ്യാൻ പറ്റാതായി. എനിക്ക് ചെയ്യാൻ പറ്റായപ്പോഴത്തേക്ക് പിന്നെ അവനത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പരാജയപ്പെട്ടതെല്ലാം വേറെ ആർക്കും കൊണ്ടും പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ നമ്മൾ പരാജയപ്പെടുകയല്ല, ഇതൊരു സിസ്റ്റം വർക്ക് ചെയ്യാണ്. നമ്മുടെ മനസ്സിനെ അത് ഇവിടെ പ്രത്യേകിച്ച് ഇത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് പല നമ്മളിവിടെ അതായത് ഓരോ രാജ്യത്തും അതിൽ വ്യത്യസ്തമാണ്. ഒരു രാജ്യത്തും വ്യത്യാസമാണ്. ഇവിടത്തെ നമ്മുടെ ഈ ഇന്ത്യയൊക്കെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണ്, ഇത് ഭയങ്കരമായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ഭയങ്കരമായിട്ട് വെച്ചാൽ ഒരുപാട് വ്യാപിച്ചു കിടക്കുകയാണ്, ചെറിയ രീതിയിലല്ല. അതിന്റെ അളവുകളൊക്കെ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറവ് വളരെ വളരെ അതിന്റെ അളവ് കുറയുന്നില്ല, കൂടുതലാണ്. അതിന്റെ മറ്റൊരു രീതിയിൽ പിന്നെ കൂടുതലെന്ന് ഞാൻ പറയുന്നത് അതിന്റെ വ്യത്യസ്തമായ വെർഷനിലൂടെയൊക്കെ കടന്നു വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ പലതും സ്കൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നമ്മൾ ഈ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ വരുമ്പോൾ നമ്മളിപ്പോൾ ഇത് പഠിക്കണം. ഇത് ബേസിക്കലി നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചു വരാനുള്ള കാര്യങ്ങളാണ്. മനസ്സ് നമ്മൾ ഏതൊരു കാര്യത്തിന്റെയും പ്രവർത്തനത്തിലൂടെ ആ മനസ്സിനെയും കൂടി, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളും കൂടി തലച്ചോറ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയാണ് മനസ്സിനെ സ്വാധീനിക്കുന്നതെന്നൊക്കെ പഠിപ്പിച്ചു വിടാനുള്ളതാണ് നമ്മളതൊരു പാഠഭാഗമായിട്ട് മാത്രം, ഒരു തിയറി, ഒരു സംഭവമായിട്ട് മാത്രമാണ് പഠിച്ചു വരുന്നത്, അല്ലാതെ അതിനെ ഇതിലേക്ക് എടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത്, അപ്പൊ എന്റെ ശത്രു എന്ന് പറയുന്നത് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞവരാണ് എന്റെ ശത്രു. ഇനി ആ കഴിവില്ല എന്ന് പറഞ്ഞവര്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവര്, എന്നെ കളിയാക്കിയവര്, എന്നെ കുറ്റം പറഞ്ഞവര്, അവരുടെ കാര്യം കഴിഞ്ഞു എന്ത് ചെയ്തു, അവരത് പറഞ്ഞു, അവരങ്ങ് പോയി. അവര് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യാൻ സമയത്താണ് എന്ത് ചെയ്തത് പറഞ്ഞത്, ചെയ്തു തുടങ്ങിയപ്പോഴാണ് അവര് പറഞ്ഞത്. എന്നാലിട്ട് ഇപ്പോ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ ഉള്ളില് ഞാനൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആലോചിക്കുമ്പോഴേ ഞാൻ തന്നെ പറയണം എൻ്റെ അടുത്ത് നിന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ അവഹേളിച്ചവര്, നമ്മളെ കുറ്റം പറഞ്ഞവര്, നമ്മളെ കളിയാക്കിയവർ
നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞവർ നമ്മളെ ശത്രുവാണെങ്കിൽ അവർ നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത്, അവിടം വരെയെങ്കിലും എത്തിച്ച്. ഇതിപ്പോ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ ആലോചിക്കുമ്പോൾ തന്നെ അത് പറ്റൂല, ഇത് ചെയ്താൽ അതും ശരിയാവൂല എന്ന്. അതായത് നമ്മളുടെ യഥാർത്ഥ ശത്രു ആരാ? നമ്മളുടെ അകത്ത് നിന്നുകൊണ്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടീമാണ്. അതിന് കാരണമുണ്ട്, ഞാൻ പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ പറഞ്ഞെടുക്ക് നല്ലതായാലും അഴുക്കയായാലും നമ്മളെ ന്യൂറോൺസിലേക്ക് ഡേറ്റാസുകൾ ഇങ്ങനെ കയറ്റി വിട്ട് അതിനകത്തേക്ക് നമ്മളിങ്ങനെ അഡിക്റ്റ് ആവും. ആ ഇലാമ പഴം കഴിക്കുന്ന പോലെ അഡിക്റ്റ് ആവും. ആ പഴത്തെ പിളർന്ന് അതിൻ്റെ അകത്തുനിന്ന് ആ വിത്തെടുത്ത് അല്ലെങ്കിൽ ആ കുരുവെടുത്ത് അതെടുത്ത് പോലെ നിലവിൽ നമ്മളുടെ അത്തരം ഒരു വലിയ സിസ്റ്റത്തിനകത്ത് ഒരു ചിന്ത ആയിട്ടുള്ള ഒരു കഴിയില്ല, അല്ലെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ അതൊരു ഭയങ്കര പാടല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഒരു ഇതിനകത്തിനെ കീറി മുറിച്ചത് പറ്റുമെന്ന് പറഞ്ഞു തുടങ്ങി അത് കഴിച്ചു തുടങ്ങുമ്പോഴാണ്, അതിൻ്റെ വിത്തെടുത്ത് കഴിച്ചു തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ സ്വയം തീരുമാനിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഹാമസ്തിഷ്കം എന്നുള്ളത് പ്രപഞ്ചം ശരിക്കും സമ്മതിക്കുക, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഇഷ്ടപ്പെടുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് ഈ 100-ൽ 5% ആൾക്കാർ പോലും ഇത് ബാക്കി അങ്ങോട്ട് അനക്കുന്നില്ലല്ലോ. ഇത്രയും തലച്ചോറിലെ ഇത്രയും ന്യൂറോൺസും ഇത്രയും പ്രവർത്തനങ്ങളും നിയോ കോർട്ടെക്സും ഒക്കെ കൊടുത്ത് ഇവരെ ഇത്രയും ചിന്തിപ്പിക്കാനുള്ള എല്ലാം ഡെവലപ്പും ആക്കിയിട്ടും അത് ചെയ്യാതെ ആരോ പറഞ്ഞു പോയ കാര്യങ്ങളെ അവര് മനഃപൂർവ്വം നമ്മുടെ അടുത്ത് പറഞ്ഞതല്ല, അവര് വെറും ശത്രു മാത്രമാണ്. അത് പറയണ ആ സിസ്റ്റം ശത്രുവാണ്. പക്ഷെ അവര് എന്താണ് തലമുറകളുടെയും അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നേ ഉള്ളവരുടെയും നമ്മളുടെ അതിൽ നിന്ന് അവരിലേക്ക് ആ വൈറസ് കടന്നുകൂടി ആ വൈറസ് നമ്മളിലേക്ക് തന്നു എന്ന് മാത്രമല്ല, ആ തന്നവരും അതേ അവസ്ഥയിലാണ്. അവരെ കൊണ്ടൊന്നും പറ്റൂല എന്ന് ഉറച്ചിരിക്കുകയാണ്. ലോകം കാണാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കാണാൻ കണ്ണില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ലോകമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നമ്മള് ഇതിന്റെ യഥാർത്ഥ വില്ലൻ ആരായി? നമ്മളായി. കാരണം നമ്മളെ തന്നെ നമ്മളടുത്ത് പറഞ്ഞു തുടങ്ങി. അതും ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും എല്ലാം പറഞ്ഞു തുടങ്ങി. പറ്റില്ല. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ശത്രുവും നമ്മുടെ സിംഹമാണെന്നും പഠിച്ചു. നമ്മുടെ യഥാർത്ഥ ശത്രുവും നമ്മളാണ്. ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഇത് എല്ലാവരും ആണ്. പക്ഷെ നമ്മൾ ഈ എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് വീണ്ടും ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മളെ ഇതിന്ന് പുതിയതായിട്ട് ഒന്നും പഠിക്കാനില്ല. ഇത് എന്താണ്, പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. നമ്മളെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. അത് ഞാൻ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിലെ ചില ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഒരാൾ ചെന്ന് നമ്മളെ കോശങ്ങളിലേക്കൊക്കെ വരുന്ന വൈറസുകളും ഒക്കെ അങ്ങനെയാണ്. അതായത് ഒരാളിനെ എന്താ പറയും, ഒരു പ്രേതം ഒരാളെ വന്ന് കടിക്കുകയോ അല്ലെങ്കിൽ പിടിക്കുകയോ തൊടുകയോ ചെയ്യുമ്പോൾ ആ പ്രേതത്തിന്റെ സ്വഭാവം ആർക്കാവും? അടുത്ത ആളാവും. അങ്ങനെ അവരങ്ങനെ പരസ്പരം പോവും. അറിവിലൊക്കെ പറയുന്ന പോലെ, കാണിക്കുന്ന പോലെ ഒന്നിനെ തൊട്ട്. അപ്പൊ ഇതേപോലെ ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു പോവേ. നമ്മൾ എത്ര പേരിലേക്കായിരിക്കും അറിയുമോ നമ്മൾ ഇട്ടിട്ടുള്ളത്? നമ്മളെ കഴിവില്ല എന്ന് നമ്മളെ ചിന്തിപ്പിച്ച, നമ്മളെ ഇങ്ങനെ ആക്കിയതുപോലെ തന്നെ
പല കാര്യത്തിലും നമ്മൾ എത്രയോ പേർക്ക് ഇതേപോലെ ഈ വൈറസ് വാരി എറിഞ്ഞിട്ടുണ്ടെന്നറിയാമോ? നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും കാണില്ല. നമ്മളെ 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 നമ്മുടെ ശത്രുവായപ്പോൾ നമ്മൾ അതേ സ്വഭാവമായി. അതായത് നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞ ആ വൈറസിന്റെ പിടിയിലായി. മാനസികപരമായ വൈറസാണത്. ആ വൈറസിന്റെ പിടിയിലായി. ആ പിടിയിലായപ്പോൾ നമ്മളും പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്ത്, അടുത്ത ആൾക്കാരെടുത്ത് പുറത്തിറക്കിയിട്ടില്ല, അടുത്ത ആൾക്കാരെടുത്ത് നമ്മളും കൊച്ചുങ്ങളെടുത്തോ അല്ലെങ്കിൽ വലിയവരെടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോ നമ്മൾ കാരണം ചിലപ്പോൾ എത്ര പേര് ആ അവസ്ഥയിലൂടെ പോയിട്ടുണ്ടാവും. അത് നമ്മൾ പോകുന്ന ഒരാളിന്ന് മാത്രമല്ല, പല വഴിക്കും ഈ വൈറസുകൾ കടന്നുകൂടുകയാണ്. അതേപോലെ ആ കടന്നുകൂടുന്നതിനനുസരിച്ച് നമ്മളും പുറത്തോട്ട് പല സ്ഥലത്തോട്ടും ഇതങ്ങ് ഒഴുക്കുകയാണ്. മനസ്സിലായി? ഈ വൈറസ് മാനസികപരമായ ഈ വൈറസ് ഏതൊക്കെ വഴി എങ്ങനെയൊക്കെ ചുറ്റിലും ഇങ്ങോട്ട് വരുന്നു, അതേപോലെ തിരിച്ച് പല സ്ഥലത്തോട്ടും കൊടുക്കുന്ന ആ സിസ്റ്റം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇത് ഇങ്ങനെയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഈ ഗ്രൂപ്പിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒന്നാം പാർട്ട് 1 നമ്മൾ യഥാർത്ഥ ഒരു സിംഹമാണെന്നും അല്ലാതെ നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്ന 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, കാരണം ഇപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കാൻ വരുന്നുണ്ട്. ബാച്ച് 11 മാത്രമല്ല ഇത് കേൾക്കുന്ന. അപ്പോൾ തീർച്ചയായിട്ടും 11 മാത്രമല്ല, മാക്സിമം ആൾക്കാർ ആശയവിനിമയം ചെയ്യണം. ഞാൻ മാക്സിമം ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇച്ചിരി കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് മാത്രമാണ് അത്. എന്നാലും ഞാൻ മാക്സിമം സമയം ഞാൻ വോയിസുകൾ കേൾക്കാൻ ശ്രമിക്കും. അത് എല്ലാവർക്കും പരസ്പരം ഉപകാരപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് മാക്സിമം എല്ലാവരും വന്ന് പറയണം. എനിക്ക് പ്രാക്ടീസ് സെക്ഷനിലോട്ട് പോകുമ്പോൾ ഈ ഫോണ്ടർ ലോബ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മാസം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ആ വിഷയത്തിലും ഈ പറഞ്ഞ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഇതും ഇട്ട് കണക്ട് ചെയ്ത് ഇന്നത്തെ ലൈവ് ക്ലാസ്സിൻ്റെയും കൂടി കണക്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മളൊരു ആശയ രൂപീകരണം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്തൂടെ?